എൻസെറ്റ് ബുക്ക് സീരീസിൽ 6th സ്റ്റാൻഡേർഡിലെ ജിയോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണിന്ന്. സൗരയൂഥത്തെ പരിചയപ്പെടാം. എന്താണ് സൗരയൂഥം? നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ തുടങ്ങിയ ആകാശഗോളങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് സൗരയൂഥം. നമുക്ക് അവയെ ഒന്ന് അടുത്തറിയാം. സ്റ്റാർ അല്ലെങ്കിൽ നക്ഷത്രം സ്വയം കത്തുകയും വലിയ അളവിൽ താപം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നമുക്കറിയാം, സൂര്യൻ ഒരു നക്ഷത്രമാണ്. നാം രാത്രി കാണുന്ന നക്ഷത്രങ്ങളും സ്വയം കത്തി താപം പുറത്തേക്ക് വിടുന്നവയാണ്. എന്നാൽ അവ ഒത്തിരി അകലെയായതിനാൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. പ്ലാനറ്റ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ, ഇവയ്ക്ക് സ്വയം കത്താനോ അതുകൊണ്ട് തന്നെ താപം പുറപ്പെടുവിക്കാനോ പറ്റില്ല. നമുക്കറിയാം, ഭൂമി ഒരു ഗ്രഹമാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നവയാണ് ഗ്രഹങ്ങൾ. സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹം, ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളുമുണ്ട്. റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ അവയെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിക്കുന്നു. എഡ്യൂസാറ്റ്, ഇൻസാറ്റ് ഇവയൊക്കെ ചില ഉദാഹരണങ്ങളാണ്. ആസ്റ്ററോയിഡ്സ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ, ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ചെറിയ പാറ കഷ്ണങ്ങളാണ് ആസ്റ്ററോയിഡ്സ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ. ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തിത്തീരാറുള്ള ഇവയിൽ ചിലത് ഭൂമിയിൽ പതിക്കാറുമുണ്ട്. മീറ്റിയറോയിഡ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ, സൂര്യനു ചുറ്റും മൂവ് ചെയ്യുന്ന പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അപ്പോൾ എന്താണ് സൗരയൂഥം? സൂര്യനും 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും നാം പറഞ്ഞ ക്ഷുദ്രഗ്രഹങ്ങളും ഉൽക്കകളും ചേർന്നതാണ് സൗരയൂഥം. സൂര്യനാണ് സോളാർ ഫാമിലിയുടെ ഹെഡ്. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. ഇതിലെ ഗോളങ്ങളെയെല്ലാം പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് നൽകുന്നതും സൂര്യനാണ്. ഏകദേശം 150 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് എടുക്കുന്നുണ്ട്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം. 8 ഗ്രഹങ്ങളാണുള്ളത്. അവയെ സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ ക്രമത്തിലൊന്ന് നോക്കാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇവയെ ക്രമത്തിൽ ഓർത്തിരിക്കാനായി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കോഡ് തന്നിട്ടുണ്ട്. മൈ വെരി എഫിഷ്യന്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ്. 88 ദിവസം മാത്രം മതി ബുധന് സൂര്യനെ ചുറ്റാൻ. ശുക്രന്റെ വലിപ്പവും ആകൃതിയും ഭൂമിയുടേതുപോലെ തന്നെ ആയതിനാൽ ശുക്രനെ ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നു. 2006 വരെ പ്ലൂട്ടോയും ഗ്രഹമായി തന്നെ കൺസിഡർ ചെയ്തിരുന്നു. ഇപ്പോൾ പ്ലൂട്ടോ പോലുള്ള മറ്റ് ഗ്രഹങ്ങളെയും ചേർത്ത് ഡ്വാർഫ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം, ഭൂമി ഒരു ഗ്രഹമാണ്. വലിപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഭൂമി സൂര്യനിൽ നിന്നും 3ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. ധ്രുവങ്ങളിൽ ഒരൽപ്പം ഫ്ലാറ്റൻഡ് ആയതിനാൽ ഭൂമിയുടെ ഷേപ്പ് ജിയോയിഡ് ആണെന്ന് പറയുന്നു. ഭൂമിയെ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നതിനാൽ നീലഗ്രഹം എന്നും വിളിക്കുന്നു. ഭൂമിക്ക് ഒരു ഉപഗ്രഹമേ ഉള്ളൂ, ചന്ദ്രൻ. ഇത് 3,84,400 കിലോമീറ്റർ അകലെയാണ്. 27 ദിവസം കൊണ്ട് ഇത് ഭൂമിയെ വലം വയ്ക്കുന്നു. സ്വന്തം ആക്സിസിൽ ഭ്രമണം ചെയ്യാൻ ഇത്ര തന്നെ ദിവസങ്ങൾ എടുക്കുന്നതിനാൽ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ ഭൂമിയിൽ നിന്ന് വിസിബിൾ ആയിട്ടുള്ളൂ. ചന്ദ്രോപരിതലത്തിലെ കുന്നുകളും ഗർത്തങ്ങളും നിഴലുകൾ പോലെ തോന്നിപ്പിക്കുന്നു. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നമുക്കറിയാം, ഇന്ത്യക്കാരും ഇതുവരെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. തെളിഞ്ഞ ആകാശത്തിലെ പാലുപോലെ ഒഴുകുന്ന വെളുത്ത ബാൻഡ് കണ്ടിട്ടുണ്ടോ? അതാണ് മിൽക്കി വേ ഓഫ് ഗാലക്സി, അതായത് ആകാശഗംഗ. അനേകം കോടി നക്ഷത്രങ്ങളും വാതകങ്ങളും പൊടിയും നിറഞ്ഞ മേഘപടലങ്ങളും ചേർന്നതാണ് ഗാലക്സി. ആയിരക്കണക്കിന് ഗാലക്സികൾ ചേർന്നതാണ് നമ്മുടെ പ്രപഞ്ചം.
അപ്പോൾ നമ്മുടെ ഭൂമി എവിടെയാണ്? ഭൂമി സൗരയൂഥത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സൗരയൂഥം വലിയൊരു ഗാലക്സിയുടെയും. ഒരു ഗാലക്സി ആകട്ടെ അനേകായിരം ഗാലക്സികൾ ചേർന്നുണ്ടായ പ്രപഞ്ച വിസ്മയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. സൗരയൂഥത്തിനെയും അതിൽ ഭൂമിയുടെ സ്ഥാനത്തെയും പറ്റിയുമാണ് നാം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഗ്ലോബ്, ധ്രുവങ്ങൾ, അക്ഷാംശ രേഖകൾ തുടങ്ങിയവയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ചാപ്റ്ററിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളും കാണാവുന്നതാണ്. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് ലഭിക്കും. ഈ എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കൂ.